ഏറ്റെടുത്തിട്ടുള്ള പ്രോജക്റ്റാണ് വെൽനെസ്സുമായി കണക്ട് ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ ആയുഷ് പോയിന്റ്. അതേപോലെ ജീവിതശൈലി രോഗങ്ങളെ എങ്ങനെ മറികടക്കാൻ പറ്റും, റിവേഴ്സ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ കൂടുതൽ ആഗ്രഹം പ്രകടിപ്പിക്കുകയും അതിനു വേണ്ടുന്ന പ്രവർത്തനങ്ങളിൽ സജീവമാകുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന മുജീബ് സാറിന് കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എന്തായാലും നമുക്കറിയാം, സക്സസ്ബറി ഗ്ലോബൽ എന്ന ഓർഗനൈസേഷൻ വളരെ കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി തുടങ്ങിയിട്ടുള്ള ഈ ഹൈഫ്ലയേഴ്സ് മീറ്റിൽ സംസാരിക്കാൻ എനിക്ക് അവസരം നൽകിയിട്ടുള്ള നാഥനും അതേപോലെ എന്റെ പ്രിയപ്പെട്ട അപ്ലൈൻ ലീഡേഴ്സ് ആയിട്ടുള്ള എല്ലാവർക്കും, പ്രത്യേകിച്ച് അൽതാഫ് സാർ, അതേപോലെ മനോജ് സാർ, ഇവരെല്ലാമാണ് നമ്മെ ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഓരോ ദിവസവും ഓരോ നിമിഷവും വേണ്ടുന്ന ഗൈഡൻസ് തരാൻ അവർക്ക് കഴിയുന്നുണ്ട്. പൂർണ്ണമായിട്ടും നാം അവരിൽ വിശ്വസിക്കുന്നതോടുകൂടി, അല്ലെങ്കിൽ ഗൈഡൻസ് സ്വീകരിക്കുന്നതോടുകൂടി ഏറ്റവും കൂടുതൽ പ്രചോദനം നൽകാൻ നമുക്ക് സാധിക്കും. അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രയോഗം നമുക്കാണ് ലഭിക്കുന്നത്. പ്രചോദനം കിട്ടുന്നതോടുകൂടി അതിന്റെ ഉപയോഗം കിട്ടുന്നത് നമുക്കാണ്. അപ്പൊ തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം നമുക്കറിയാം, വലിയ രീതിയിലുള്ള ഒരു ലീഡർഷിപ്പ് സമ്മിറ്റ് കഴിഞ്ഞതിന് ശേഷം വളരെ ആവേശത്തോടു കൂടിയാണ് ഞാനും നിങ്ങളും ഫീൽഡിൽ ഇറങ്ങി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്ക് മുമ്പെങ്ങുമില്ലാത്ത രീതിയിലുള്ള ഒരു ആവേശവും എനർജിയും നമുക്ക് മനോജ് സാറുടെ ക്ലാസ്സുകളിലൂടെ, അദ്ദേഹത്തിന്റെ ഗൈഡൻസിലൂടെ, അദ്ദേഹത്തിന്റെ ടീച്ചിങ്ങിലൂടെ, അന്ന് പങ്കെടുത്തിട്ടുള്ള ഏറ്റവും താഴെക്കിടയിൽ അല്ലെങ്കിൽ ആദ്യമായിട്ട് ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്തിട്ടുള്ള, ബെറിസ്റ്റാർ ക്വാളിഫൈ ചെയ്തിട്ടുള്ള ആളുകൾ, അവരുമായി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോ വലിയ രീതിയിലുള്ള ആവേശമാണ് അവർക്ക് ലഭിച്ചിട്ടുള്ളത്. നമുക്കറിയാൻ സാധിക്കും, അതിനുശേഷം ഫീൽഡിൽ നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കുന്ന ധാരാളം ആളുകളുണ്ട്. എന്തായാലും ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങൾ പ്രത്യേകിച്ച് കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഒന്ന് ഈ ഒരു പ്രോഗ്രാം തന്നെയാണ്, റീഗ്നൈറ്റ് പ്രോഗ്രാം, ഹൈഫ്ലയേഴ്സ് പ്രോഗ്രാം. ഈ പ്രോഗ്രാമുകൾ എത്രത്തോളം ഞാനും നിങ്ങളും ഉപയോഗപ്പെടുത്തുന്നു അതിനെ കുറിച്ചായിരുന്നു STC ആൻഡ് അബോവ് മീറ്റിംഗിൽ മനോജ് സാർ പ്രത്യേകിച്ച് പറഞ്ഞത്. ബെറി ലീഡർഷിപ്പ് സമ്മിറ്റിന് ശേഷം, ആ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം ലീഡേഴ്സുമായിട്ട് സാർ ഇരുന്നിരുന്നു. സാറ് പ്രത്യേകം ഊന്നി പറഞ്ഞിട്ടുള്ള കാര്യം, ഈ ബിസിനസ് നിങ്ങൾക്ക് വിജയിപ്പിച്ചെടുക്കണമെങ്കിൽ അതിന്റെ ഏറ്റവും വലിയ കീ എന്ന് പറയുന്നത് നോളജ് പെനിട്രേഷൻ റേഷ്യോ തന്നെയാണ്. നോളജ് പെനിട്രേഷൻ റേഷ്യോ, KPR, നിങ്ങൾ എത്രത്തോളം പ്രയോജനപ്പെടുത്തുന്നു അതിനെ ആശ്രയിച്ചിട്ടാണ് നമുക്ക് വലിയൊരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാനും വലിയ രീതിയിലുള്ള ഒരു ടീം ബിൽഡ് ചെയ്യാനും സാധിക്കുക എന്ന് പ്രത്യേകിച്ച് മനോജ് സാർ ഊന്നി പറയുകയും, അതിനുശേഷം ഇനി എന്തൊക്കെയാണ് നമുക്ക് ഹൈഫ്ലയേഴ്സ് മീറ്റിലും റീഗ്നൈറ്റിലും മാറ്റം വരുത്തേണ്ടത്, എന്തെങ്കിലും പുതുതായിട്ട് ആഡ് ചെയ്യേണ്ടതുണ്ടോ എന്നതിനെ കുറിച്ചൊക്കെ വിശദമായിട്ടുള്ള ചർച്ച നടക്കുകയും അതിനുശേഷം ഓരോ ലീഡേഴ്സിനും ഓരോ ടോപ്പിക് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടുന്ന് അങ്ങോട്ടുള്ള ഹൈഫ്ലയേഴ്സ് മീറ്റുകളും റീഗ്നൈറ്റും എത്രത്തോളം പ്രൊമോട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കുമോ അതിനനുസരിച്ച് നമുക്ക് ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് തന്നെ ഹൈഫ്ലയേഴ്സിന് പ്രത്യേക പരിഗണന നൽകിക്കൊണ്ട് തന്നെ, റീഗ്നൈറ്റിന് പ്രത്യേക പരിഗണന നൽകിക്കൊണ്ട് തന്നെ നമ്മുടെ ടീമിനെ ഈ പ്രോഗ്രാമുകളിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി സാധിച്ചാൽ 100% നമുക്ക് ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിയും. അതേപോലെ തന്നെയാണ് GTS നമുക്കറിയാം, മലപ്പുറത്ത് നടക്കുന്നതും മറ്റു ജില്ലകളിൽ നടക്കുന്നതുമായിട്ടുള്ള GTSകളിലൂടെ നമുക്ക് ഈ ബിസിനസിനെ വലിയ രീതിയിൽ വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കും. കാരണം ഈ ബിസിനസ് എന്ന് പറയുന്നത് നമുക്ക് മറ്റു തരത്തിലുള്ള ഫിസിക്കലി കാണിച്ചു കൊടുക്കാൻ വേണ്ടി വേറൊന്നും തന്നെയില്ല. ഫിസിക്കലായിട്ട് എന്തെങ്കിലും ഗ്രോത്ത് കാണിച്ചു കൊടുക്കാൻ പ്രത്യേകിച്ചൊന്നും ഇല്ലാത്തൊരു ബിസിനസ് അവസരമാണ്. എന്നാൽ ഇത് ഒരു മെന്റൽ പ്രോസസ്സിലൂടെയാണ്
അത് വളർന്നുകൊണ്ടിരിക്കുന്നത്. ഒരു മെന്റൽ പ്രോസസ്സിംഗ് വളരെ വലിയ രീതിയിൽ ആവശ്യമുള്ള ഒരു ബിസിനസ് അവസരത്തിലാണ് ഞാനും നിങ്ങളും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പ്രത്യേകം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഞാനത് പറഞ്ഞു വരുമ്പോ ഇന്ന് എനിക്ക് തന്നിട്ടുള്ള സബ്ജക്റ്റ് എന്ന് പറയുന്നത്, ഇന്ന് നാം സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ ബിസിനസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. അല്ലെങ്കിൽ ഞാനും നിങ്ങളും മറന്നു പോകുന്ന, അല്ലെങ്കിൽ അതിന്റെ ഉപയോഗം നമുക്ക് അറിയാത്തത് കൊണ്ടോ അറിഞ്ഞിട്ടും പ്രവർത്തിക്കാത്തത് കൊണ്ടോ നമുക്ക് നഷ്ടമാകുന്ന ഒരു സബ്ജക്റ്റ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ബിസിനസ്സിൽ പല വാക്കുകളും നമ്മൾ കേൾക്കാറുണ്ട്. ഈ ബിസിനസ് അവസരവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകാത്തതും മനസ്സിലായി വരുന്നതുമായിട്ടുള്ള ധാരാളം വാക്കുകളുണ്ട്. അതില് പ്രധാനപ്പെട്ട ഒരു വാക്കാണ് എഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഈ എഡിഫിക്കേഷന്റെ പ്രാധാന്യത്തെ കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടിയാണ് മനോജ് സാർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ബിസിനസ്സിനെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഒരു മെന്റൽ പ്രോസസ്സിങ്ങിലൂടെയാണ്, അല്ലെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ കഴുത്തിന് മുകളിലോട്ടാണ് ഈ ബിസിനസ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അവിടെ നമ്മൾ അതുപോലെ എഡിഫിക്കേഷൻ കേൾക്കുന്ന പോലെ തന്നെ കേൾക്കുന്ന മറ്റൊരു വാക്കാണ് അപ്ലൈൻ എന്ന് പറയുന്നത്, അതേപോലെ മെന്റർ എന്ന് പറയുന്നത്, കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത്, അതേപോലെ ബിലീവ് എന്ന് പറയുന്നത്. ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ പൊതുവെ നമ്മൾ കേൾക്കാറുണ്ടെങ്കിലും ഈ ബിസിനസ് അവസരവുമായി കണക്ട് ആയതിനു ശേഷം വളരെ കൂടുതൽ പ്രാവശ്യം കേട്ടുകൊണ്ടിരിക്കുന്ന വാക്കുകളാണ്. എന്നാൽ ഇത് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നോ എന്താണ് ഇതിന്റെ നേട്ടമെന്നോ പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാറില്ല. എന്താണ് ഈ ബിസിനസിന്റെ സിസ്റ്റത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്? ഈ സിസ്റ്റം പ്രയോഗവൽക്കരിക്കുന്നതിലൂടെ നമുക്ക് എത്രത്തോളം കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ടീമിനെ ബിൽഡ് ചെയ്ത് നിർത്താൻ വേണ്ടി സാധിക്കും എന്നൊക്കെ വളരെ പ്രാധാന്യത്തോടു കൂടി പഠിച്ച് മനസ്സിലാക്കേണ്ടുന്ന വലിയ ഒരു വിഷയം തന്നെയാണ്. നമുക്കറിയാം, സിസ്റ്റത്തിൽ ധാരാളം കാര്യങ്ങൾ നമ്മൾ പഠിക്കും, അല്ലെങ്കിൽ കാണാതെ പഠിക്കുന്ന ധാരാളം ആളുകളുണ്ട്. എന്നാൽ അത് പ്രാക്ടിക്കലി ചെയ്ത് പഠിക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ പലപ്പോഴും ഉണ്ടാവാറില്ല. എന്റെയും നിങ്ങളുടെയൊക്കെ ഫോക്കസ് ഒരു പക്ഷേ ഈ പ്രോഡക്റ്റുകൾ വിൽക്കുന്ന കാര്യത്തിൽ മാത്രമായിരിക്കും. എന്നാൽ പ്രോഡക്റ്റ് വിൽക്കുന്നതിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നത്, പ്രോഡക്റ്റ് വിൽക്കുന്നതാണ് അൾട്ടിമേറ്റ് ആയിട്ട് ഈ ബിസിനസിന്റെ ഏറ്റവും വലിയ എക്സ്റ്റൻസ് എന്ന് പറയുന്നത്. പക്ഷെ അതിലേക്ക് ഫോക്കസ് ചെയ്യുന്നതിലൂടെ തന്നെ നമുക്ക് റിക്രൂട്ട് ചെയ്യുന്ന പ്രോസ്പെക്റ്റിനെ റീറ്റെയിൻ ചെയ്ത് നിർത്താനും കൂടി നമ്മൾ ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ, റീറ്റെയിലിംഗിൽ മാത്രം ഫോക്കസ് ചെയ്താൽ പോരാ, റീറ്റെയിനിങ്ങും നടന്നെങ്കിൽ മാത്രമേ വലിയൊരു ഗ്രോത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോ അത് എങ്ങനെ നമുക്ക് കണക്ട് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും? എങ്ങനെയാണ് ഒരു അപ്ലൈൻ ലീഡറെ നാം എഡിഫൈ ചെയ്യേണ്ടത്? എന്താണ് അതിന്റെ പ്രാധാന്യം? എന്താണ് അപ്ലൈൻ ലീഡർ താഴെയുള്ള ഒരു ഡിസ്ട്രിബ്യൂട്ടറെ, അദ്ദേഹത്തിന്റെ അസോസിയേറ്റ്സിനെ എങ്ങനെ എഡിഫൈ ചെയ്യണം? എങ്ങനെയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയെ എഡിഫൈ ചെയ്യേണ്ടത്? എങ്ങനെയാണ് MI ലൈഫ് സ്റ്റൈൽ എന്നുള്ള കമ്പനി മറ്റുള്ള കമ്പനികളിൽ നിന്നും വേറിട്ട് നിൽക്കുന്നത് എന്നുള്ള രീതിയിൽ അതിനെ എഡിഫൈ ചെയ്യേണ്ടത്? നമ്മുടെ പ്രോഡക്ട്സുകൾ എങ്ങനെ എഡിഫൈ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം ഈ എഡിഫിക്കേഷനിലൂടെ നാം ഉദ്ദേശിക്കുന്ന രീതിയിൽ നമ്മളെ ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോ എന്താണ് എഡിഫിക്കേഷൻ? അത് എങ്ങനെ നമുക്ക് നടത്താൻ വേണ്ടി സാധിക്കും? എന്താണ് അതിന്റെ ഉപയോഗം? എന്താണ്, എന്ത് നേട്ടമാണ് നമുക്ക് അതിലൂടെ കിട്ടുന്നത് എന്നൊക്കെ നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എഡിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഒരു ബിൽഡപ്പ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. പലപ്പോഴും നമുക്ക് കണ്ടുവരുന്നൊരു കാര്യം, എഡിഫിക്കേഷൻ നമ്മൾ വലിയ രീതിയിൽ ചെയ്യാറുണ്ട്. എങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, പ്രോസ്പെക്റ്റിനെ കുറിച്ച് തന്റെ ലീഡറോട് വലിയ രീതിയിൽ എഡിഫിക്കേഷന് നമ്മളെല്ലാവരും കഴിവ് തെളിയിച്ചിട്ടുള്ള ആൾക്കാരാണ്. എപ്പോഴും
അപ്ലൈൻ ലീഡേഴ്സിനെ വിളിക്കുന്ന സമയത്ത് സാറേ ഇന്നൊരു പുലിയെ കിട്ടിയിട്ടുണ്ട്, ഒരു ആനയെ കിട്ടിയിട്ടുണ്ട്, വലിയൊരു സംഭവമാണ്, നിങ്ങൾ അവിടെ വരണം എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ രീതിയിലുള്ള ബിൽഡപ്പ് പ്രോസ്പെക്റ്റിനെ കുറിച്ച് നടത്താൻ ഞാനും നിങ്ങളും മിടുക്കരാണ്. എന്നാൽ നേരെ തിരിച്ച് ഈ പ്രോസ്പെക്റ്റിന്റെ മുന്നിൽ തന്റെ അപ്ലൈൻ ലീഡറെയും സിസ്റ്റത്തെയും അതേപോലെ കമ്പനിയെയും എഡിഫൈ ചെയ്ത് പഠിക്കുന്നതിലൂടെയാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഏറ്റവും നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്യാനും ഒരു പ്രോസ്പെക്റ്റിങ്ങിലൂടെ നമുക്കൊരു പ്രോസ്പെക്റ്റിനെ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആക്കി മാറ്റാനും അല്ലെങ്കിൽ അദ്ദേഹത്തെ ഇതിലേക്ക് കൊണ്ടുവരാനും സാധിക്കുക എന്നുള്ളത് പലപ്പോഴും മറന്നു പോകുന്ന കാര്യം. അതുകൊണ്ട് തന്നെ ഇന്ന് വലിയ പ്രാധാന്യം ഈ സബ്ജക്റ്റിനുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് മനോജ് സാറ് ഇത് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടത്. അപ്പൊ ഒരു ബിൽഡപ്പ് എങ്ങനെ നടത്താം, നമുക്ക് എന്താണ് അതിന്റെ ഒരു 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 കാര്യം എന്താണ്, അതുകൊണ്ട് എന്താണ് നമുക്ക് കിട്ടാനുള്ളത് എന്ന് ചോദിച്ചാൽ, നാം ഒരാളെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി നമ്മുടെ ലിസ്റ്റിൽ നിന്നും ഒരാളെ തിരഞ്ഞെടുക്കുന്നു. ഈ തിരഞ്ഞെടുത്തിട്ടുള്ള പ്രോസ്പെക്റ്റിന്റെ മുന്നിൽ ഈ പ്രോസ്പെക്റ്റിങ്ങും എന്നുള്ളതും വലിയൊരു കലയാണ്. പലപ്പോഴും പ്രോസ്പെക്റ്റിംഗ് അറിയാതെ ഈ ബിസിനസിന്റെ A to Z കാര്യങ്ങൾ നമ്മൾ അങ്ങ് ഫോണിലൂടെയോ മറ്റോ പറഞ്ഞു തീർത്തതിന് ശേഷം പിന്നെ അപ്ലൈനുമായിട്ട് പോകുന്നതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതും നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പ്രോസ്പെക്റ്റിംഗ് എന്നത് കൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നത് ഒരു എക്സൈറ്റ്മെന്റ്, ഒരു കേൾക്കാനുള്ള കാണാനുള്ള ഒരു ആഗ്രഹം ജനിപ്പിക്കുക മാത്രമേ ആദ്യ അവസരത്തിൽ നമ്മൾ ഒരാളോട് പറയാവൂ, കാണിക്കാവൂ. അദ്ദേഹത്തിന് ഈ ഒരു അവസരത്തെ കുറിച്ച് അറിയണമെന്നുള്ള ഒരു തോന്നൽ സൃഷ്ടിക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ പ്രോസ്പെക്റ്റിംഗ് കംപ്ലീറ്റ് ആയി, സക്സസ്ഫുൾ ആയി. പ്രോസ്പെക്റ്റിംഗ് കംപ്ലീറ്റ് ആയതിനു ശേഷം ആണ് നമ്മുടെ അപ്ലൈൻ ലീഡറുമായിട്ട് നാം അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോകുന്നത്. അത് 1-to-1 പ്രോഗ്രാം ആയിരിക്കാം, അല്ലെങ്കിൽ ഹോൾ മീറ്റുകളായിരിക്കാം, അല്ലെങ്കിൽ ഹോം മീറ്റുകളായിരിക്കാം. നമ്മുടെ എല്ലാ മീറ്റുകളിലും നമുക്ക് വലിയ രീതിയിൽ ആളുകളുടെ ശ്രദ്ധ കിട്ടണമെങ്കിൽ എന്താണ് ഞാൻ കേൾക്കാൻ പോകുന്നത്, ആരാണ് എന്നോട് സംസാരിക്കാൻ വേണ്ടി വരുന്നത്, ഏത് കാര്യമാണ്, എന്താണ് എന്റെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ വേണ്ടി പോകുന്ന കാര്യം എന്നൊക്കെ ഒരു പ്രോസ്പെക്റ്റിന്റെ മനസ്സിലേക്ക് നാം അങ്ങ് കൊടുത്തതിന് ശേഷം ആണ് ഈ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നതെങ്കിൽ അദ്ദേഹം നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്യാൻ അത് എളുപ്പ വഴിയാണ്. പറഞ്ഞു വരുന്നത്, ഒരു പ്രോസ്പെക്റ്റ് പലപ്പോഴും ഈ വിഷയത്തെ കുറിച്ച് അറിയുന്ന ആളുകളായിരിക്കാം, അറിയാത്ത ആളുകളായിരിക്കാം. രണ്ടു തരത്തിലുള്ള പ്രോസ്പെക്റ്റുകൾ ഉണ്ട്. ഹോട്ട് പ്രോസ്പെക്റ്റ് ഉണ്ട്, കോൾഡ് പ്രോസ്പെക്റ്റ് ഉണ്ട്. പക്ഷെ എന്നാലും ഏത് രീതിയിലുള്ള പ്രോസ്പെക്റ്റ് ആയാലും വേണ്ട രീതിയിൽ നമ്മൾ അപ്ലൈൻ ലീഡറെ ഒന്ന് എഡിഫൈ ചെയ്ത് അപ്ലിഫ്റ്റ് ചെയ്ത് അദ്ദേഹത്തിന്റെ മുന്നിൽ നാം കൊണ്ടുചെന്ന് ഇരുത്തി കഴിഞ്ഞാൽ പലപ്പോഴും സംഭവിക്കുന്നത്, അപ്ലൈന് സംസാരിക്കാനോ കൊണ്ടുവന്നിട്ടുള്ള ആൾക്ക് സംസാരിക്കാനോ ഒന്നും പലപ്പോഴും പ്രോസ്പെക്റ്റുകൾ അവസരം തരാറില്ല. അവരിങ്ങനെ വാചാരമായിക്കൊണ്ടേയിരിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. പലപ്പോഴും നമ്മൾ ആരാണെന്നോ, എന്തിനാണ് ഇയാളെ കൂട്ടിക്കൊണ്ടുവന്നത് എന്നോ, എന്താണ് സംസാരിക്കാൻ പോകുന്നത് എന്നോ പലപ്പോഴും പറയാൻ പറ്റാത്ത അവസരങ്ങൾ വരെ ഉണ്ടാവാറുണ്ട്. അവരുടെ ഈ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ഇങ്ങോട്ട് സംസാരിക്കുന്നത് പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ഇങ്ങനെ ഇത്തരത്തിലുള്ള സമയ ലാഭം നമുക്ക് ലഭിക്കാൻ, അതേപോലെ തന്നെ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ള രീതിയിലുള്ള ആളുകളെ ഇതിലേക്ക് കണക്ട് ചെയ്യുന്നതിന് നാം പരിശീലിക്കേണ്ടുന്ന, നാം ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടുന്ന ഏറ്റവും നല്ലൊരു ക്വാളിറ്റിയാണ് എഡിഫിക്കേഷൻ എന്നുള്ളത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആരാണ് എന്റെ അപ്ലൈൻ ലീഡർ, ഇദ്ദേഹം ഏത് രീതിയിലുള്ള ഒരാളായിരുന്നു, അദ്ദേഹം ഈ ബിസിനസ്സിൽ വന്നതിന് ശേഷം, സക്സസ്ഫുള്ളി ഗ്ലോബൽ എന്ന ഓർഗനൈസേഷനുമായി കണക്ട് ആയതിനു ശേഷം, MI ലൈഫ് സ്റ്റൈൽ എന്നുള്ള ബിസിനസ് ഏറ്റെടുത്തതിന് ശേഷം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള മാറ്റങ്ങൾ, അദ്ദേഹം ഒരു എക്സ്പേർട്ട് ആണ് ഈ കാര്യത്തിൽ. ഈ എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരാളുമായിട്ടാണ്, ജീവിതത്തിൽ വിജയിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളുമായിട്ടാണ്
നമുക്ക് ഗൈഡൻസ് തരാൻ പറ്റുന്ന ഒരാളുമായിട്ടാണ് നിങ്ങൾ സംസാരിക്കാൻ പോകുന്നത്. അദ്ദേഹത്തിന്റെ സമയം വളരെ കുറഞ്ഞ സമയമേ ഒരുപക്ഷെ നമുക്ക് തരാൻ അദ്ദേഹത്തിന് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കേൾക്കാൻ നിങ്ങൾ തയ്യാറാകണം എന്ന് ഓൾറെഡി പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തതിന് ശേഷമാണ് നാം അപ്ലൈനുമായിട്ട് പോകുന്നതെങ്കിൽ നമ്മുടെ ഉദ്ദേശം വളരെ നല്ല രീതിയിൽ സാധിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും. അല്ലാതെ എൻ്റെ ഒരു ലീഡർ വരുന്നുണ്ട് എന്നോ എന്റെ കൂടെ എൻ്റെ ഒരു സുഹൃത്ത് വരുന്നുണ്ട് എന്നോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾക്ക് ഇതൊന്നും അറിയില്ല. അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ പറയാനോ അദ്ദേഹം സമയമില്ല എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോകാനോ നമ്മുടെ സമയം അദ്ദേഹത്തിന് യാതൊരു വിധത്തിലുള്ള പ്രാധാന്യവും ഇല്ലാതെ പോകാനോ ഇതൊക്കെ എഡിഫിക്കേഷൻ ഇല്ലാതെ നമ്മൾ പോവുകയാണെങ്കിൽ ഒക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എഡിഫിക്കേഷൻ എന്നുള്ളത്, ഒരു അപ്ലിഫ്റ്റിംഗ് എന്നുള്ളത്, ഒരു ബിൽഡപ്പ് എന്നുള്ളത് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിച്ചാൽ എന്താണ് സംഭവിക്കുക? വളരെ സുരക്ഷിതത്വ ബോധം, ഞാൻ ഇവരുമായിട്ട് കണക്ട് ആവുകയാണെങ്കിൽ എനിക്ക് വലിയ രീതിയിലുള്ള ഒരു വിജയം സംഭവിക്കാൻ സാധ്യതയുണ്ട്, എന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്ന് പ്രോസ്പെക്റ്റിന് തോന്നുകയും അതേപോലെ തന്നെ പ്രോസ്പെക്റ്റിനെ കുറിച്ച് നാം ആരോട്, അല്ലെങ്കിൽ പ്രോസ്പെക്ട് ഈ അപ്ലൈൻ ലീഡറിന് മുന്നിൽ വെച്ചിട്ട് പ്രോസ്പെക്റ്റിനെ കുറിച്ചും ചെറിയ രീതിയിലുള്ള ഒരു എഡിഫിക്കേഷൻ വളരെ നല്ലതാണ്. ഇങ്ങനെ ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കാൻ, ഒരു കണക്ഷൻ ഉണ്ടാക്കാൻ, ഒരു നമ്മൾ സംസാരിക്കുന്നതിനെ സ്വീകരിക്കാനുള്ള ഒരു വേ ഉണ്ടാക്കാൻ ഈ എഡിഫിക്കേഷന് സാധിക്കും. അപ്പോഴാണ് എന്താണ് ഈ വന്നതിന്റെ ഉദ്ദേശമെന്നും അദ്ദേഹത്തെ പ്രോസ്പെക്റ്റുകളെ നമുക്ക് എത്രയും പെട്ടെന്ന് ഈ ബിസിനസ്സുമായി അസോസിയേറ്റ് ചെയ്യാൻ സാധിക്കും. പലപ്പോഴും ഇത് നമ്മളിൽ നിന്ന് മിസ്സാവാറുണ്ട്. നമ്മൾ എന്താ ചെയ്യുക? പ്രോസ്പെക്റ്റിന്റെ മുന്നിൽ വന്നിട്ട് ഒരു പക്ഷെ ഒന്നും മിണ്ടാതിരിക്കുന്ന ആൾക്കാരുണ്ട്. ഇനി നിങ്ങൾ അങ്ങ് പറഞ്ഞോളൂ എന്നുള്ള രീതിയിൽ ആളുകൾ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഒരിക്കലും അത് നല്ലൊരു പ്രവണതയല്ല. നമ്മൾ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആദ്യം സംസാരിക്കേണ്ടത് ആരാണോ ഇവരെ കണക്ട് ചെയ്യുന്നത്, ആ കണക്ട് ചെയ്യുന്നയാള് രണ്ടുപേരെയും ഒന്ന് നല്ല രീതിയിൽ എഡിഫൈ ചെയ്തതിന് ശേഷം ആണ് നമ്മുടെ പ്ലാൻ പ്രസന്റേഷനും മറ്റും ആരംഭിക്കുന്നത് എങ്കിൽ അവിടെ ഒരു സൈലന്റ് മോഡ് ഉണ്ടാകും. ആരാണ് സംസാരിക്കുന്നത് അദ്ദേഹത്തെ കേൾക്കാൻ രണ്ടുപേരും സന്നദ്ധരായിരിക്കും. ഇത് വളരെ നല്ല രീതിയിൽ പഠിച്ചെടുക്കേണ്ടുന്ന കാര്യമാണ്. ചെറിയൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, വളരെ സാധാരണ നിലയിൽ ആയിരുന്ന ഇയാൾ, നമ്മുടെ ലീഡർ, അദ്ദേഹം ഈ ബിസിനസ് അവസരത്തെ കുറിച്ച് ആദ്യമായിട്ട് വലിയൊരു അഭിപ്രായമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ബിസിനസ് അവസരവുമായി കണക്ട് ആയതിനു ശേഷം, ഈ സിസ്റ്റവുമായി കണക്ട് ആയതിനു ശേഷം വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവുകയും ജീവിതത്തിൽ വലിയ രീതിയിൽ വിജയം കൈപ്പിടിയിൽ ഒതുക്കാൻ സാധിക്കുകയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പല രീതിയിലുള്ള അപ്ലൈൻ ലീഡേഴ്സുമായിട്ട് നമ്മൾ പ്രോസ്പെക്റ്റിന് മുന്നിൽ പോവാറുണ്ട്. ഒരിക്കലും കളവ് പറയരുത്. ആവശ്യമില്ലാത്ത സ്തുതിപാഠനമൊന്നും ഉണ്ടാകാൻ പാടില്ല. വളരെ നല്ല രീതിയിൽ എന്താണോ ഇദ്ദേഹത്തിന് ഒരാളുടെ മുന്നിൽ, നമ്മൾ പലതും പറഞ്ഞതിന് ശേഷം, കോടിക്കണക്കിന് രൂപ വരുമാനമുള്ള ആളാണെന്നൊക്കെ പറഞ്ഞതിന് ശേഷം നാം വീണ്ടും ഇദ്ദേഹം നമ്മുടെ ബിസിനസ്സിൽ വരാനുള്ള ആളാണ്, ഇദ്ദേഹം പല പ്രോഗ്രാമുകളും അറ്റൻഡ് ചെയ്യാനുള്ള ആളാണ്, നമ്മുടെ കൂടെ വരുന്ന സമയത്ത് വീണ്ടും നമ്മുടെ അപ്ലൈൻ ലീഡറെ കുറിച്ച് കൂടുതൽ ബഹുമാനവും ആദരവും ഉണ്ടാക്കാൻ സാധിക്കുന്ന രീതിയിൽ ഇതൊക്കെ അവതരിപ്പിക്കാവൂ. ആവശ്യമില്ലാത്ത ക്ലെയിമുകളും മറ്റും പറഞ്ഞതിന് ശേഷം അത് പിന്നീട് വലിയൊരു പ്രശ്നമാകുന്ന രീതിയിലേക്ക് ഒരിക്കലും ഒരു വാക്ക് പോലും നമ്മളിൽ നിന്നുണ്ടാകാൻ പാടില്ല. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ സക്സസ്ഫുൾ ഗ്ലോബൽ എന്ന സിസ്റ്റത്തെ എഡിഫൈ ചെയ്ത് സംസാരിക്കുകയാണെങ്കിൽ മോസ്റ്റ് പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് നമുക്കുള്ളത്. MI ലൈഫ് സ്റ്റൈൽ എന്നുള്ള കമ്പനിയിൽ ധാരാളം ആളുകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, വ്യത്യസ്തമായ ഓർഗനൈസേഷൻസ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ മോസ്റ്റ് പ്രൊഫഷണൽ ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ വേഗതയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റവുമായിട്ടാണ് മൈ ലൈഫ് സ്റ്റൈലിൽ തന്നെ നമ്മൾ കണക്ട് ആകുന്നത് എന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിച്ചാൽ, അത് നമുക്ക് ഈ വീണ്ടും മറ്റു പ്രോഗ്രാമുകളിലൂടെ അദ്ദേഹത്തിന് അത് മനസ്സിലാവുകയും ചെയ്യും. ഇതേപോലെ ഓരോ കാര്യങ്ങളും
സത്യസന്ധമായിട്ട് അവതരിപ്പിച്ചതിന് ശേഷം നമുക്ക് ഒരു ടീമിനെ ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കുകയാണെങ്കിൽ ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല. പലപ്പോഴും പല ആളുകളും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്, അദ്ദേഹം അവിടെ വന്ന സമയത്ത് പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ്, പക്ഷെ അദ്ദേഹത്തെ കുറിച്ച് പഠിച്ചപ്പോ അത് അങ്ങനെയൊന്നുമല്ല, അദ്ദേഹത്തിന് ഇത്ര വരുമാനമുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു, പക്ഷെ യഥാർത്ഥത്തിൽ അതൊന്നും കിട്ടുന്നില്ല എന്നാണ് മനസ്സിലായത് എന്നൊക്കെ പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്. ഇന്നലെ തന്നെ എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. എന്റെ വീട്ടിൽ വന്നിട്ട് ഒരാള് എന്താ പറയാ, പഴയ സാധനങ്ങളൊക്കെ എടുക്കാൻ വന്നയാളാണ്. ഈ പഴയ സാധനങ്ങളൊക്കെ എടുക്കാൻ വന്നയാള് എന്റെ വീട്ടിൽ കുറെ നമ്മുടെ പ്രോഡക്ട്സിന്റെ ബോട്ടിലുകളും മറ്റൊക്കെ കണ്ട സമയത്ത് ഇവിടെ ആരാണ് മൈലേജ് സ്റ്റൈൽ ചെയ്യുന്നത് എന്ന് എന്റെ വൈഫിനോട് ചോദിച്ചു. വൈഫ് പറഞ്ഞു ഭർത്താവ് ചെയ്യുന്നുണ്ടെന്ന്. അദ്ദേഹം എന്നെ ഉപദേശിക്കുകയാണ്. എന്താണ് ഉപദേശിക്കുന്നത്? ഒരിക്കലും ഈ ബിസിനസ്സുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യരുത്, അത് അങ്ങനെയാണ് ഇങ്ങനെയാണ്, അത്ര വരുമാനം കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്റെ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നത്, ഇത്ര റീറ്റെയിൽ ചെയ്താൽ അങ്ങനെ കിട്ടും ഇങ്ങനെ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നത്. പക്ഷേ ഞാൻ ഇതിലേക്ക് വന്ന സമയത്ത് എനിക്കതൊന്നും നേടിത്തരാനോ എനിക്കത് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ധാരാളം നെഗറ്റീവ് പറഞ്ഞു. പക്ഷേ ഒരു 10 മിനിറ്റ് കൊണ്ട് എനിക്ക് അദ്ദേഹത്തിന്റെ ആ ഒരു സംസാരത്തെ എന്നെ കേൾക്കുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ എനിക്ക് സാധിച്ചു. അഥവാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു പൊലിപ്പിച്ചിട്ട് ഒരാളെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചത്, 2-3 വർഷം മുൻപാണ് അദ്ദേഹം ഈ ബിസിനസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഞാൻ ചോദിച്ചു, ഈ വില കൂടുതലാണ്, ആളുകൾ വാങ്ങുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം ഈ ബിസിനസ് നിർത്തിയത് എന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇന്ന് നിങ്ങൾ ഏത് സപ്ലിമെന്റ് കഴിച്ചിട്ടാണ് ഇന്ന് ഇറങ്ങിയത്, രാവിലെ ഇറങ്ങിയത്? സപ്ലിമെന്റ് കഴിച്ചിട്ടോ? ഞാൻ ഇന്ന് എന്ത് അതൊക്കെ അന്നേ ഞാൻ ഒഴിവാക്കിയില്ലേ, ഞാൻ അത് അന്നേ നിർത്തിവെച്ചതാണ്, എനിക്കത് ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാനത് ഉപയോഗിച്ചിട്ടില്ല. അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, വെൽനെസ്സിനെ കുറിച്ച് ഒരു അക്ഷരം പോലും പഠിക്കാനോ തയ്യാറായിട്ടില്ല. എങ്ങനെയാണ് ഈ ബിസിനസ് ചെയ്യേണ്ടത് എന്നോ അത് ഏത് രീതിയിൽ ചെയ്യണമെന്നോ അദ്ദേഹം പഠിക്കാൻ തയ്യാറായിട്ടില്ല. ഞാൻ പറഞ്ഞു, ഞാൻ ഏകദേശം ആ പറഞ്ഞ രീതിയിലൊക്കെ തന്നെയാണ് ഈ ബിസിനസ് തുടങ്ങിയതെങ്കിലും ഇന്ന് ഏകദേശം 10 കോടി രൂപയുടെ മുകളിലുള്ള ബിസിനസ് ഉണ്ടാക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്, എനിക്ക് ധാരാളം നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോ അദ്ദേഹം എന്നെ കേൾക്കാൻ തയ്യാറായി. ഞാൻ ഈ അവസരത്തിൽ ഇത് പറയുന്നത് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമുക്ക് ഈ ബിസിനസ് അവസരത്തെ കുറിച്ച് ഒരു അക്ഷരവും പോലും അറിയാതെയാണ് ഞാനും നിങ്ങളും ഇതിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബിസിനസ് അവസരം എങ്ങനെ വിജയിപ്പിച്ചെടുക്കണം എന്നതിനെ കുറിച്ച് സിസ്റ്റത്തിൽ പറയുന്ന കാര്യങ്ങൾ, നമ്മുടെ ലീഡേഴ്സ് പറയുന്ന കാര്യങ്ങൾ അക്ഷരം പ്രതി അനുസരിക്കാൻ ഞാനും നിങ്ങളും തയ്യാറാകാതെ നമുക്ക് നിലവിലുള്ള ഒരു ഐഡിയ ഉണ്ടാകും. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം മത്സ്യ കച്ചവടം ചെയ്യുന്നയാളായിരുന്നു. അദ്ദേഹം മത്സ്യ കച്ചവടം ചെയ്യുന്നത് പോലെ ഈ പ്രോഡക്റ്റുമായിട്ട് വീടുകളിൽ കയറി ഇറങ്ങി അത് വിൽക്കാൻ വേണ്ടി ശ്രമിച്ചാൽ ഒരിക്കലും അത് വിൽക്കാൻ നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നാം മനസ്സിലാക്കേണ്ടതായിട്ടുള്ള പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് എന്താണ് വെൽനെസ്. ആ വെൽനെസ്സിനെ കുറിച്ച് അറിവ് വേണം, അതിനെ എഡിഫൈ ചെയ്ത് സംസാരിക്കാനും പ്രോഡക്റ്റുകൾ എഡിഫൈ ചെയ്ത് സംസാരിക്കാനും അതിൽ വിശ്വാസം ഉണ്ടാക്കിയെടുക്കാനും അത് ഉപയോഗിക്കുന്നതിലൂടെയുള്ള ഗുണങ്ങളെ കുറിച്ച് ബോധ്യപ്പെടുത്താനും നമുക്ക് സാധിക്കാതെ പോയി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള നെഗറ്റീവ്സ് ഉണ്ടാക്കാനേ നമുക്ക് പറ്റുകയുള്ളൂ. എങ്ങനെയാണ് ഈ ബിസിനസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് സിസ്റ്റത്തിലൂടെ എനിക്ക് വളരാൻ വേണ്ടി സാധിക്കുക എന്നുള്ളതൊക്കെ വളരെ പ്രാധാന്യത്തോടു കൂടി പഠിക്കേണ്ടതാണ്. അപ്പൊ ഞാൻ അദ്ദേഹത്തെ ചോദിച്ചൊരു ചോദ്യം ഉണ്ടല്ലോ, ഇന്ന് നിങ്ങൾ ഏത് സപ്ലിമെന്റ് ഉപയോഗിച്ചു എന്ന് ചോദിച്ചപ്പോഴേ അദ്ദേഹത്തിന്റെ മനസ്സിൽ ചില ചോദ്യങ്ങൾ ഉണരാൻ തുടങ്ങി. ഓ, അങ്ങനെയുണ്ടോ? അല്ലാതെ ഇത് മരുന്നാണ്, രോഗികൾക്ക് വിൽക്കാനുള്ളതാണ് എന്നുള്ള രീതിയിൽ പ്രോഡക്റ്റിനെ പരിചയപ്പെടുത്തുക, അവിടെയാണ് നമുക്ക് പറ്റുന്ന പ്രശ്നം. സപ്ലിമെന്റുകളെ കുറിച്ച് പഠിക്കണം, അതിനെ എഡിഫൈ ചെയ്യാൻ പഠിക്കണം, അത് വിശ്വാസം ഉണ്ടാക്കാൻ പഠിക്കണം. എന്ന് പറഞ്ഞാൽ എഡിഫിക്കേഷനിലൂടെ നമുക്ക് ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും, ഒരു ബിലീഫ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കും. ഈ ട്രസ്റ്റ് ഇല്ലാതെ പോയി കഴിഞ്ഞാൽ, ഈ ബിലീഫ് ഇല്ലാതെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ബിസിനസിനെ വളർത്തിയെടുക്കാൻ വേണ്ടി സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഏത് കാര്യങ്ങളിലും അതിനെക്കുറിച്ച് സത്യസന്ധമായിട്ട് മനസ്സിലാക്കുകയും സത്യസന്ധമായിട്ട് അവതരിപ്പിക്കാൻ നമുക്ക് സാധിക്കുകയും ആളുകളുടെ മനസ്സിലേക്ക്
നമ്മുടെ ആശയങ്ങളെ വ്യക്തതയോടുകൂടി മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കുകയും ചെയ്താൽ ഏറ്റവും കൂടുതൽ വിജയിക്കാൻ ഇതിലപ്പുറമുള്ളൊരു ബിസിനസ് അവസരം ഇന്ന് ലോകത്തില്ല. ഇത് വലിയ രീതിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അല്ലാതെ നമ്മുടെ ബിസിനസ് എന്ന് പറയുന്നത് ഇത് പ്രോഡക്റ്റുകളെ കുറിച്ച് കാര്യമായിട്ട് വിവരങ്ങളൊന്നും ഉണ്ടാക്കാതെ എന്താണ് ഈ ബിസിനസ്സിലൂടെ വിജയിക്കേണ്ടത് എന്ന് മനസ്സിലാക്കാതെ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇന്നലെ എനിക്കുണ്ടായ അനുഭവം പോലെ നാമും അതേ രീതിയിലേക്ക് പോകേണ്ടുന്ന ഒരു അവസ്ഥാവിശേഷം വരാൻ സാധ്യതയുണ്ട്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് ജീവിതത്തിൽ പകർത്താനുള്ള കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ സക്സസ്ഫുൾ ഗ്ലോബൽ എന്ന ഓർഗനൈസേഷൻ നമ്മെ പഠിപ്പിക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം, ഇന്ന് ബിസിനസിന്റെ ക്ലോസിംഗ് ആണ്. ഇന്നത്തെ ബിസിനസിന്റെ ക്ലോസിങ്ങിനെ കുറിച്ച് എത്ര പേർക്ക് ഒരു ടാർഗറ്റ് ഉണ്ട്, എത്ര പേർ അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്, എത്ര പേർ അതിന് റെഡി ആയിട്ടുണ്ട്? ഇതൊന്നും ശ്രദ്ധിക്കാതെ നമുക്ക് എങ്ങനെ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും? അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്നത്തെ ക്ലോസിംഗ് പോലെ തന്നെ ഓരോ ആഴ്ചകളിലും ക്ലോസിംഗ് വന്നുകൊണ്ടിരിക്കുന്നു. അടുത്ത ആഴ്ച എനിക്ക് എങ്ങനെ ക്ലോസിംഗ് നടത്താൻ വേണ്ടി സാധിക്കും? എത്ര രൂപയുടെ എത്ര വോള്യം എനിക്ക് വേണ്ടതായിട്ടുണ്ട്? ബെറിയുടെ ആകുമ്പോഴേക്കും എന്റെ ബിസിനസ്സിൽ എത്രത്തോളം എന്റെ റാങ്ക്, എനിക്ക് ഏത് രീതിയിലുള്ള റാങ്കാണ് എനിക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിക്കുക? എന്റെ താഴെയുള്ള, എന്റെ കൂടെ വന്നിട്ടുള്ള, എന്നെ വിശ്വസിച്ച് വന്നിട്ടുള്ള ആളുകളുടെ ഈ റാങ്ക് ഏത് രീതിയിലായിരിക്കും? അവർക്ക് എത്രത്തോളം വരുമാനം വാങ്ങിക്കൊടുക്കാൻ എനിക്ക് കഴിയും? ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ അപ്ലൈനുമായിട്ട് ഇരുന്നിട്ട് നാം എഴുതി വെക്കുകയും അത് പ്രയോഗവൽക്കരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുകയും ചെയ്യാതെ നാം കുറച്ച് പ്രോഡക്ട്സുകൾ വാങ്ങിക്കുന്നു, ആ പ്രോഡക്ട്സുകൾ വിറ്റു പോകണമെന്നുള്ള ഒരു ധാരണയിൽ മാത്രം ഒരിക്കലും നാം പ്രോസ്പെക്ടിങ് നടത്തരുത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഉണ്ടാവുക, 35,000 പ്രോഡക്റ്റ് വാങ്ങിച്ചോളൂ, 5,000 പ്രോഡക്റ്റ് വാങ്ങിച്ചോളൂ, വിൽക്കാൻ ഞാൻ സഹായിക്കാം. ഈ ഒരു വാഗ്ദാനം മാത്രമേ നമുക്ക് കൊടുക്കാൻ അറിയൂ. ഒരിക്കലും അങ്ങനെയുള്ള വാഗ്ദാനങ്ങൾ കൊടുത്ത് ആളുകളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് തെറ്റായിട്ടുള്ള ഒരു സമീപനമാണ്. തീർച്ചയായിട്ടും നാം അവരെ ആദ്യം പഠിപ്പിച്ചെടുക്കേണ്ടത് വെൽനെസിന്റെ കൺസെപ്റ്റ് പഠിപ്പിച്ചെടുക്കുകയും ആ കുടുംബത്തിൽ ഈ പ്രോഡക്റ്റുകൾ ഉപയോഗിക്കേണ്ടുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാനൊക്കെ നമുക്ക് സാധിക്കണം. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഹോം മീറ്റുകളിലൂടെ, ഹോൾ മീറ്റുകളിലൂടെ അവിടെ പഠിപ്പിച്ചെടുക്കാൻ വേണ്ടി സാധിക്കണം. ഈ ഹോം മീറ്റിന് ആളുകളെ കൊണ്ടുവരുന്നതിനും ആളുകളെ അട്രാക്ട് ചെയ്യുന്നതിനും ആ വീട്ടുകാര് തന്നെ ഇത് കേൾക്കാൻ തയ്യാറാകുന്നതിനും നാം വെൽനെസ് അവിടെ എടുക്കാൻ വേണ്ടി വരുന്ന, അല്ലെങ്കിൽ പ്രോഡക്റ്റുകളെ കുറിച്ച് പഠിപ്പിക്കാൻ വേണ്ടി വരുന്ന, അല്ലെങ്കിൽ സിസ്റ്റത്തെ കുറിച്ച് പഠിപ്പിക്കാൻ വേണ്ടി വരുന്ന, പ്ലാൻ പ്രസന്റേഷന് വേണ്ടി നാം കൊണ്ടുപോകുന്ന നമ്മുടെ ലീഡറെ വേണ്ട രീതിയിൽ അവതരിപ്പിക്കാൻ നമുക്ക് സാധിച്ചാൽ, ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. വേണ്ട രീതിയിൽ അവതരിപ്പിക്കാൻ നമ്മൾ പഠിക്കണം, വേണ്ട രീതിയിൽ എഡിഫൈ ചെയ്യാൻ പഠിക്കണം, വേണ്ട രീതിയിൽ ഇതൊക്കെ എഡിഫിക്കേഷൻ എന്നുള്ള വാക്കിന്റെ പ്രാധാന്യം അവിടെയാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. അല്ലാതെ ഈ വിഷയത്തെക്കുറിച്ച് വേണ്ട രീതിയിലുള്ള ഒരു അറിവ് നൽകാൻ നമുക്ക് സാധിക്കാതെ പോയി കഴിഞ്ഞാൽ വെറും റിക്രൂട്ട്മെന്റ് ഇങ്ങനെ നടന്നു പോകും. കുറെ ആളുകൾ പ്രോഡക്റ്റ് എടുക്കും, അത് അവർക്ക് തോന്നിയ രീതിയിൽ അത് വിൽക്കാൻ വേണ്ടി ശ്രമിക്കും. പലപ്പോഴും കുറച്ച് പ്രോഡക്ട്സുകളൊക്കെ വിൽക്കും, വേണ്ടാത്ത കാര്യങ്ങൾ അവിടെ സൃഷ്ടിക്കപ്പെടും. അദ്ദേഹം ഇന്നലെ എന്നോട് പറഞ്ഞത്, അത് എന്റെ അപ്ലൈൻ ലീഡറുടെ 5,000 രൂപയുടെ പ്രോഡക്റ്റ് എടുത്ത് കൊണ്ടുപോയി, പിന്നെ അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. ആ പ്രോഡക്റ്റ് എവിടെ പോയി എന്ന് എനിക്കറിയില്ല. ഞാനൊരു 35,000 രൂപയുടെ പ്രോഡക്റ്റ് എടുത്തിരുന്നു. അതിനുശേഷം അത് എനിക്ക് വിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ സമയത്ത് ഞങ്ങൾ വിറ്റ് തരാമെന്നും പറഞ്ഞിട്ട് ആ പ്രോഡക്ട്സ്, കുറച്ച് പ്രോഡക്ട്സ് ആയിട്ട് അവര് പോയി, പിന്നെ അവരെയും കണ്ടിട്ടില്ല, എന്റെ പ്രോഡക്ട്സും എനിക്ക് കിട്ടിയിട്ടില്ല, എന്റെ ക്യാഷും എനിക്ക് ലഭിച്ചിട്ടില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ആ ഏരിയയിൽ എത്രത്തോളം നെഗറ്റീവാണ് നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ. എന്നാൽ യഥാർത്ഥത്തിൽ ഇത് മനസ്സിലാക്കുകയും ഇതിന്റെ സിസ്റ്റപ്രകാരം നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള നെഗറ്റീവും ഇല്ലാതെ നമുക്ക് വലിയ രീതിയിൽ വിജയിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് ഈ മാർക്കറ്റിംഗ് എന്നുള്ളത്, ഈ വെൽനസ് ഇൻഡസ്ട്രി എന്നുള്ളത്, ഈ ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്നുള്ളത്.
അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന റീഗ്നൈറ്റ് പ്രോഗ്രാമുകൾ, ഇനി വരാൻ പോകുന്ന ഹൈ ഫ്ലയേഴ്സ് മീറ്റുകളിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായ പഠനം നടത്തിയതിനു ശേഷം നമ്മുടെ ലീഡേഴ്സ് ഓരോ പോയിന്റുകളും ഓരോ സബ്ജക്റ്റുകളും അവതരിപ്പിക്കാനിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ഓരോ ദിവസങ്ങളിലെ ഹൈ ഫ്ലയേഴ്സ് മീറ്റുകളിൽ നമ്മുടെ ടീമിൽ വന്നിട്ടുള്ള ഓരോരുത്തരെയും നിർബന്ധമായിട്ടും ജോയിൻ ചെയ്യിപ്പിച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതൊക്കെ വേസ്റ്റ് ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വ്യത്യസ്ത സബ്ജക്റ്റുകളിൽ ഇനി ലീഡേഴ്സ് സംസാരിക്കാനിരിക്കുന്നു, പ്രോഡക്റ്റിനെ കുറിച്ചുള്ള അവയർനെസ് കൊടുക്കാൻ വേണ്ടിയിരിക്കുന്നു. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് വിജയിപ്പിക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് നമുക്കുള്ളത്. ഇനി നമ്മുടെ ബർത്ത്ഡേ വരുന്ന സമയത്ത് നമുക്ക് ധാരാളം ആളുകളെ വിജയിപ്പിക്കാൻ വേണ്ടി സാധിക്കും. എങ്ങനെ പോയാൽ, സുതാര്യമായിട്ടുള്ള ഒരു ബിസിനസ് ആയിട്ട് ഇതിനെ മാറ്റാൻ നമുക്ക് സാധിക്കണം. ഇല്ലാതെ പോയി കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ ചെയ്യുന്ന ആളുകൾക്ക് പോലും പ്രശ്നമുണ്ടാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും വരാൻ പാടില്ല. അതുകൊണ്ട് തന്നെ എന്താണ് ഈ ബിസിനസ്? ഈ ബിസിനസ്സിൽ എങ്ങനെയാണ് നമുക്ക് ആളുകളെ വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടി സാധിക്കുക? അതിന് എന്തൊക്കെ മാർഗങ്ങളാണ്, എന്തൊക്കെ ടൂളുകളാണ് ഉപയോഗിക്കേണ്ടത്? ഈ എഡിഫിക്കേഷൻ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂളാണ്. കാരണം ആളുകൾ ഇത് പഠിച്ചെങ്കിലേ, പറയുന്ന ആളുകളെ കേൾക്കാൻ ശ്രമിച്ചെങ്കിലേ, ഒരു മീറ്റിംഗ് വെക്കുമ്പോൾ ആ മീറ്റിംഗിൽ ഇന്ന ആള് സംസാരിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അത് കേൾക്കാനുള്ള ഒരു എക്സൈറ്റ്മെന്റ്, കേൾക്കാനുള്ള ഒരു എന്തൂസിയാസം, ഒരു അറിയാനുള്ള ഒരു ആഗ്രഹം, ഒരു ജിജ്ഞാസ ലഭിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് പഠിച്ച് ആളുകളിൽ അവതരിപ്പിക്കാൻ നമുക്ക് സാധിച്ചാൽ അവിടെയാണ് ഇതിന് പ്രാധാന്യം കൊടുക്കുന്നത്. ഒരു പ്രോഗ്രാം വരുമ്പോൾ അതിനെ എഡിഫൈ ചെയ്യാൻ നമുക്ക് കഴിയണം. ഒരു പ്രോഗ്രാമിന് ടിക്കറ്റ് ഒരാൾക്ക് കൊടുക്കാൻ ഈ പ്രോഗ്രാമിനെ കുറിച്ച് എഡിഫിക്കേഷൻ നടത്താൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ ആ ടിക്കറ്റ് വിൽക്കാൻ സാധിക്കില്ല. റോങ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഒന്നും കൊടുക്കണ്ട. പ്രാധാന്യത്തെ കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. GTS കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. എഡിഫൈ ചെയ്യാൻ സാധിക്കണം. അല്ലാതെ അടുത്ത ശനിയാഴ്ച ഒരു പരിപാടി നടക്കേണ്ട മലപ്പുറത്ത്, ഇജാ പരിപാടിക്ക് വരുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മിക്കവാറും ആളുകൾ വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. ധാരാളം വിജയിച്ചിട്ടുള്ള ആളുകളെ കാണാൻ ഞാൻ പോകുന്നുണ്ട്. നീയും എന്റെ കൂടെ വരികയാണെങ്കിൽ, നമുക്ക് പറ്റുകയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് വിജയിക്കാൻ വേണ്ടിയുള്ള ധാരാളം ടിപ്സുകൾ കിട്ടാനുള്ള സാധ്യതയുണ്ട്, ഗൈഡൻസ് കിട്ടാനുള്ള സാധ്യതയുണ്ട്, എക്സ്പീരിയൻസ് കേൾക്കാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ആളുകളെ GTS കൊണ്ടുപോകാൻ സാധിച്ചാൽ GTS ഒരു അർത്ഥത്തിൽ എഡിഫൈ ചെയ്യാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഓരോ കാര്യങ്ങളും വ്യക്തമായി സുതാര്യമായി വേണ്ട അർഹത, നമ്മുടെ പ്രോഡക്റ്റിന് വേണ്ട അർഹത, ആ അർഹതയെ കുറിച്ച് സംസാരിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ലീഡേഴ്സിന് കൊടുക്കേണ്ടുന്ന അപ്ലിഫ്റ്റിംഗ്, അവർക്ക് വേണ്ടുന്ന ബിൽഡപ്പ് കൊടുക്കാൻ നമുക്ക് സാധിക്കണം. പ്രോഗ്രാമുകൾക്ക് ബിൽഡപ്പ് കൊടുക്കാൻ നമുക്ക് സാധിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് റീറ്റെയിനിങ് വളരെ നല്ല രീതിയിൽ നിർത്തിക്കൊണ്ടുപോകാനും റിക്രൂട്ട്മെന്റ് എളുപ്പമാക്കാനും സാധിക്കുകയുള്ളൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സമയം അതിക്രമിച്ചു. ഞാൻ നിർത്തുകയാണ്. എന്തായാലും ഇത്തരത്തിലുള്ള മഹത്തായ ഒരു അറിവിലേക്കും മഹത്തായ ബിസിനസ് അവസരത്തിലേക്കും എന്നെ കൈപിടിച്ച് ഉയർത്തിയ അൽതാഫ് സാറിനെ പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട്, അതേപോലെ തന്നെ ഓരോ അപ്ലൈൻ ലീഡേഴ്സിനും, പ്രത്യേകിച്ച് മനോജ് സാറിനും ലത ചേച്ചിക്കും സക്സസ്ഫുറി ഗ്ലോബൽ എന്ന ഏറ്റവും മോസ്റ്റ് പ്രൊഫഷണൽ ആയിട്ടുള്ള ഓർഗനൈസേഷനും എല്ലാവിധ ആശംസകളും ഭാവുകങ്ങളും നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് തൽക്കാലം ഞാൻ അവസാനിപ്പിക്കുന്നു. മറക്കരുത്, എഡിഫിക്കേഷൻ, എഡിഫൈ ദ ബിസിനസ്, എഡിഫൈ ദ ലീഡർ, എഡിഫൈ ദ പ്രോഡക്ട്സ്, എഡിഫൈ ദ പ്രോഗ്രാംസ്. ഓക്കെ, ഇതൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് വിജയിക്കാൻ സാധിക്കും. ദൈവം അതിനെ സാധിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സീ യു അറ്റ് ദ ടോപ്പ്. താങ്ക് യു.